പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി സഹകരണ മേഖലയിലെ തട്ടിപ്പുകാരനെന്ന് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ. പൂഞ്ഞാർ മൂന്നിലവ് സഹകരണ ബാങ്കുകളിൽ ആന്റോ ആന്റണിയുടെ കാർമ്മികത്വത്തിൽ വൻ കൊള്ള നടന്നുവെന്നും AV റസൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ സഹോദരങ്ങൾ പൂഞ്ഞാർ മൂന്നിലവ് സഹകരണ ബാങ്കുകളിൽ വൻ തട്ടിപ്പ് നടത്തിയെന്നും ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണി എന്നാണ് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ ആരോപണം. ആന്റോ ആന്റണിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വൻ സഹകരണ മേഖലയിലെ വെട്ടിപ്പാണ് മൂന്നിലവ് പൂഞ്ഞാർ സഹകരണ ബാങ്കുകളിലുള്ളത്. ആന്റോ ആന്റണി തന്നെ തലപ്പലം ബാങ്കിൽ ഇപ്പോഴും വായ്പ എടുത്തിട്ട് കുടിശ്ശികയായി നിൽപ്പുണ്ട്. പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിൽ ആന്റോ ആന്റണിയുടെ സഹോദരൻ ചാൾസ് ആന്റണി സെക്രട്ടറിയും മൂന്നിലവ് ബാങ്കിൽ ആന്റോയുടെ സഹോദരൻ ജെയിംസ് ആന്റണി പ്രസിഡന്റുമായിരുന്ന കാലഘട്ടത്തിൽ തട്ടിപ്പ് നടന്നുവെന്നാണ് റസൽ ആരോപിക്കുന്നത്. ഭൂമി വിലയിൽ തിരിമറി കാട്ടിയാണ് തട്ടിപ്പ് നടത്തിയെന്നും റസൽ പറഞ്ഞു. കുടുംബാംഗങ്ങൾ, അവരുടെ വീടുകളിൽ ജോലിക്ക് നിൽക്കുന്നവർ, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എല്ലാവരുടെയും പേരിൽ വൻ തുക ലോൺ എടുത്തിട്ടുണ്ട്. മതിയായ ഈടില്ലാതെയാണ് ഈ ലോൺ നൽകിയിട്ടുള്ളത്. വസ്തുവിൻ്റെ ഒരു മതിപ്പോലേക്കാൾ 8-10 ഇരട്ടി തുകയാണ് വായ്പ നൽകിയിട്ടുള്ളത്. ഓഡിറ്റ് റിപ്പോർട്ടുകൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. സഹകരണ ബാങ്ക് ക്രമക്കേടിൽ CPIMന് നേരെ ആക്ഷേപമുന്നയിച്ച കോൺഗ്രസിന് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നേർ വന്ന ആരോപണത്തിന് മറുപടി നൽകേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.